ഇപ്പം നിങ്ങൾ കണ്ടത് ഏതാനും കുറച്ച് നമ്മൾ ക്യാപ്ചർ ചെയ്ത വീഡിയോസാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ 2025 എയർ ഷോയ്ക്ക് പോയപ്പോൾ കണ്ട വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെല്ലാവരും കൂടെ ഈ ആടിപ്പാടി സന്തോഷിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയുമോ? ഇവിടെ ദുബായിൽ നമ്മുടെ എയർ ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ പോകാനായിട്ട് അത്യാവശ്യം പാസും കാര്യങ്ങളൊക്കെ മസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഈ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഓൾറെഡി പാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ എൻട്രൻസിൽ സ്കാൻ ചെയ്ത് എയർപോർട്ട് ത്രൂ ആണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നറിയോ! ഒറിജിനൽ ഫ്ലൈറ്റ് മോഡൽസാണ് ഉണ്ടാക്കി വെച്ചിരുന്നത് അകത്ത്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിനകത്ത് തന്നെ നമ്മൾ അവിടേക്ക് ചെന്ന് കഴിയുമ്പം ഇതിൻ്റെ ഒറിജിനൽ ഫ്ലൈറ്റുകൾ, അതായത് യുദ്ധവിമാനങ്ങളും ഇവിടുത്തെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്, എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ്, അങ്ങനെ നമുക്ക് എണ്ണിയാൽ തീരാത്ത പോലെ ഒരുപാട് ഫ്ലൈറ്റുകൾ അവിടെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് കയറാം, നമുക്ക് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റിനകത്തൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് എല്ലാവരും തന്നെ മീറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് ഫ്ലൈറ്റുകൾ കാണാൻ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഡീറ്റെയിൽസ്. അങ്ങനെ ഞങ്ങൾ ഒറിജിനൽ ഫ്ലൈറ്റുകൾ ഇട്ടിരിക്കുന്ന ഏരിയയിലേക്ക് എത്തി കേട്ടോ. ഇതൊക്കെ റിയൽ ഫ്ലൈറ്റുകളാണ്. ഇതിൽ ആൾക്കാർക്ക് കയറാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതൊന്നും മോഡൽസ് അല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെല്ലാവരും കൂടി ഒരു സെൽഫി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തൊട്ടടുത്തടുത്തടുത്ത് ആക്ച്വലി ഉണ്ടല്ലോ, നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ അടുക്കിയിട്ടിരിക്കുന്ന പോലെയാണ് കേട്ടോ ഇവിടെ ഫ്ലൈറ്റുകൾ അടുക്കിയിട്ടിരിക്കുന്നത്. ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററും എന്ന് വേണ്ട, അമ്മോ എന്തായിരുന്നറിയോ ഭംഗി. അങ്ങനെ ഞങ്ങൾ എല്ലാ ഫ്ലൈറ്റുകളുടെ അടുത്തൂടെ പോയി. വമ്പൻ ഹ്യൂജ് ഫ്ലൈറ്റ്സ്. ആൻഡ് നമ്മൾ കണ്ടാൽ തോന്നും ഇതിനകത്തൊക്കെ നമുക്ക് കയറാൻ പറ്റുമോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത്ര ചെറുതല്ലേ എന്ന് വിചാരിക്കും ചില ഫ്ലൈറ്റുകൾ കാണുമ്പോൾ. പക്ഷേ അപാര ഭംഗിയും അപാരമായ എന്താ പറയുന്നത്, ഇൻസൈഡ് സ്പേസ് കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അങ്ങനെ നമുക്ക് ഒരു ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റി. അവിടെ പൈലറ്റ് നിൽക്കുന്ന കാണാൻ പറ്റുമായിരിക്കും. ഹാങ്കുട്ടനും ഹെയ്ഡാപ്പിയും ഹെലമോളും നമ്മുടെ ഷൈനി ചേച്ചി ഒരാഴ്ചത്തേക്ക് നാട്ടിൽ നിന്ന് വന്നു. ചേച്ചി ആ ഫ്ലൈറ്റിൻ്റെ വാതിൽ വരെയൊക്കെ ഒന്ന് പോകാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെ ഇതിപ്പോഴാണ് ചേച്ചിയോട് പറഞ്ഞ് ഈ പീരങ്കിയുടെ മുന്നിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തത്. അതാണ് ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് എന്താ പറയുക വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഈ കിടക്കുന്ന ഹ്യൂജ് ഫ്ലൈറ്റ് കണ്ടോ, ഇത് US-ൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ. ഇതിന് കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ആക്ച്വലി ഹെയ്ഡാപ്പിക്ക് ഒരു എന്താ പറയുന്നത് ഒരു കീ ചെയിൻ അവർ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ US ആർമിയുടെ സ്റ്റിക്കേഴ്സും നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിരുന്നു. അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു അവസരം നമുക്ക് കിട്ടി. ഈ ഒരു ആർമി മാൻ ഹെയ്ഡാപ്പിയെ ഹെലമോളെയും ഇസക്കുട്ടീനെയും ഇഹാൻകുട്ടനെയൊക്കെ നോക്കി ഹാൻഡ് വേവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് അപ്പം നമുക്കറിയില്ലായിരുന്നു നമുക്ക് ഇവരുടെ അടുത്തേക്കൊക്കെ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരുപാട് VIP-കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഒരുപാട് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരെയും അകത്തേക്ക് ഇവർ വിടുന്നതും. കാരണം അത്രയും ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര വലിയ ഫ്ലൈറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇത് എന്തോരം വലിപ്പമുള്ളൊരു ഫ്ലൈറ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലേ. അങ്ങനെ ഹേവലൂട്ടിനെ ഞാനെടുത്ത് അന്നേരം പറഞ്ഞു കുറച്ച് വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷൈനി ചേച്ചിക്കും ഇതൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ചേച്ചിയും പറഞ്ഞു ഇത് എന്തായാലും കണ്ടത് ഒത്തിരി നന്നായെന്ന് പറഞ്ഞു. പല കളറിലും പല തരത്തിലുള്ള ഫ്ലൈറ്റുകൾ. എന്ത് രസമായിരുന്നു അറിയോ കാണാൻ തന്നെ. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ വമ്പൻ ഹ്യൂജ് ഫ്ലൈറ്റുകളാണ് കേട്ടോ. ഇത് കുവൈറ്റ് ആർമി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ എന്താ പറയുന്നത് ഇതുണ്ട് ഹിഡനാറ്റയുടെ അടുത്ത ഫ്ലൈറ്റ് കിടക്കുന്നു. അങ്ങനെ എമിറേറ്റ്സിൻ്റെ ഡബിൾ ഡെക്കർ, അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകളും ജെറ്റുകളും സ്മോൾ ഫ്ലൈറ്റുകൾ, അതുപോലെ തന്നെ വലിയ ഫ്ലൈറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ജെറ്റുകൾ, അങ്ങനെ ഒരുപാട് കേട്ടോ. നമുക്ക് ഭയങ്കര വലിയൊരു ഷോ ആയിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ വന്ന് എന്താ പറയുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോയാണിത്.
അങ്ങനെ ഫ്ലൈറ്റെല്ലാം കണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ എത്തിഹാദിലെ അതായത് നമ്മുടെ പൈലറ്റുമാരെ കണ്ടു. അവരവരുടെ തൊപ്പിയൊക്കെ എടുത്ത് ഹെഡാപ്പിക്കും ഹെലമോക്കും ഇഹാൻകുട്ടനും ഒക്കെ കൊടുത്തിട്ട് അവർ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു കേട്ടോ. ആക്ച്വലി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.